ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായേ നമഃ. നമുക്ക് വലിയ അധ്യായം കൊണ്ടൊരു അധ്യായം ഇന്നലെ തീർത്തിട്ടില്ല നമ്മള്. അപ്പൊ ഇനി എന്താ പറയണ വെച്ചാല്, തുളസിയുടെ വർണ്ണന കഴിഞ്ഞു. കശ്യപന്റെ പുത്രിയായ മനസ്സയും പ്രധാനപ്പെട്ട ദേവിയാണ് കേട്ടോ, അതും മനസ്സിലാക്കണം. ആ ദേവി ശങ്കരന്റെ പ്രിയ ശിഷ്യയും ജ്ഞാനവിശാരദയുമാണ്. ശങ്കരൻ എന്ന് വെച്ചാല് മഹാദേവൻ. നാഗേശനായ വാസുകിയുടെ പെങ്ങളാണ്. ജരൽക്കാരുമുനിയുടെ പത്നിയാണ്. അസ്തികമുനി ശ്രേഷ്ഠന്റെ അമ്മയുമാണ്. അവരുടെ ഒരു പേര് മാനസാന്ന് പേരുണ്ടെങ്കിലും ജരൽക്കാരു ഒന്നും കൂടി അവർക്ക് പേരുണ്ടെന്ന് അറിയണം. നാഗശായിനിയും നാഗേന്ദ്രന്മാരിൽ വന്ദിക്കപ്പെടുന്നവളും സിദ്ധദായിനിയുമാണ് ആ ദേവി. അടുത്ത പ്രധാനാംശജാതയായ ദേവി ദേവസേനയാണ്. ആ ദേവി അമ്മമാരിൽ ശ്രേഷ്ഠയായ ഷഷ്ഠി ദേവിയാണ്. ദേവസേന പുത്രപൗത്രപ്രദായിനിയായതുകൊണ്ടും മൂലപ്രകൃതിയുടെ ആറിലൊരു അംശമായതുകൊണ്ടും സന്താന പരമ്പരയെ നൽകുന്നത് കൊണ്ടും ആ ദേവിയെ ഷഷ്ഠി ദേവി എന്ന് പറയുന്നു. സൂതിഗൃഹത്തിൽ 6-ാം ദിവസത്തിലോ 21-ാം ദിവസത്തിലോ കുട്ടികൾക്ക് മംഗളം ഉണ്ടാവാൻ ആ ദേവിയെ പൂജിക്കുന്നു. 12 മാസവും മർത്യലോകം അവളെ പൂജിക്കുന്നു. ഇനി പ്രധാനാംശജയ മംഗളചണ്ഡി ദേവിയെ പറ്റി പറഞ്ഞു തരാം. ആ ദേവി സൃഷ്ടി സമയത്ത് മംഗളരൂപിണിയായും സംഹാരത്തിന് ചണ്ഡിയായും വർത്തിക്കുന്നത് കൊണ്ട് ആ ദേവിയെ മംഗളചണ്ഡി എന്ന് പറയുന്നു. ആ ദേവി പ്രസാദിച്ച സ്ത്രീകൾക്ക് പുത്രപൗത്രാദികളെയും യശസ്സിനെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യും. എന്നാൽ കോപം വന്നാലുണ്ടല്ലോ, പിന്നെ തടുക്കാൻ പറ്റൂല, സംഹാര രൂപിണിയായി തീരും. ഇനിയത്തെ പ്രധാനപ്പെട്ട ദേവി ആരാണ്? കാളിയാണ്. ആ ദേവി സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്നവളും ദുർഗക്ക് സമയമായവളും. പേരുകേട്ട തന്നെ നമുക്കറിയാലോ. ശുംഭൻ തുടങ്ങിയ ദൈത്യന്മാരെ കൊല്ലുവാൻ വേണ്ടി ദുർഗയുടെ ലലാടത്തിൽ നിന്ന് ഉത്ഭവിച്ചവളുമാണ് കാളി. കൃഷ്ണഭക്തിയാണ് കേട്ടോ, അത് മനസ്സിലാക്കണം. കൃഷ്ണനെ തന്നെ ചിന്തിച്ച് കൃഷ്ണവർണ്ണമായവളാണ് അവൾ. ആ ദേവിയെ ഭക്തിയോടെ പൂജിച്ചാൽ പുരുഷാർത്ഥങ്ങൾ നേടാൻ സാധിക്കും. വേട്ടാളെ വേട്ടാളനെ ചിന്തിച്ച് വേട്ടാളനായി എന്ന് പറയുന്ന പോലെ ഈ ദേവി ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവാന്റെ നിറം കിട്ടി. ഇനി മുഖ്യാംശയായ ഭൂമിദേവിയെ പറ്റി പറഞ്ഞു തരാം. എല്ലാവരാലും പൂജിക്കപ്പെടുന്നവളും രത്നഗർഭയും എല്ലാവർക്കും ആധാരഭൂതയുമാണ് അനുഭൂമി ദേവി. വിശ്വത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും അവൾ മാത്രമാണ് ഏകാശ്രയം. ഇനി പ്രകൃതിയുടെ കലകളായി ജനിച്ചവരെ പറ്റിയും ആരുടെ പത്നിയാണെന്നും പറഞ്ഞു തരാം. അഗ്നിയുടെ പത്നിയായ സ്വാഹയെ എല്ലാവരും പൂജിക്കുന്നു. സ്വാഹ എന്ന് ജപിച്ചുകൊണ്ടാണ് ഹോമത്തിന് ഹവിസ് അർപ്പിക്കുന്നത്. ആ ദേവിയില്ലാതെ ദേവന്മാർക്ക് ഹവിസ് സ്വീകരിക്കാനാവില്ല. ദക്ഷിണ എന്ന പേരായ ദേവി യജ്ഞപത്നിയാണ്. ആ ദേവി ഇല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി വരും. അടുത്തതാരാണ്? പിതൃക്കളുടെ പത്നിയായ സ്വധയാണ്. ആ ദേവിയാണെങ്കിൽ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവളുമാണ്. അവളില്ലെങ്കിൽ പിതൃദാനം ഫലമില്ലാതെയാകും. അടുത്തത് വായുവിന്റെ പത്നിയായ സ്വസ്തിയാണ്. അവളില്ലെങ്കിൽ ദാനവും പ്രതിഗ്രഹവും വെറുതെയാകും. അടുത്തത് ഗണേശന്റെ പത്നിയായ പുഷ്ടിയാണ്. അവൾ സർവരാലും പൂജിക്കപ്പെടുന്നവളാണ്. അനന്തപത്നിയായ തുഷ്ടി ദേവിയും സർവരാലും പൂജിക്കപ്പെടുന്നവളാണ്. അവളില്ലെങ്കിൽ ആർക്ക് സന്തുഷ്ടി ഉണ്ടാവുകയില്ല കേട്ടോ. ദേവന്മാരും മനുഷ്യരും പൂജിക്കുന്നവളാണ് ഈശാനപത്നിയായ സമ്പത്തി. അടുത്തതാരാണ്? കപിലപത്നിയായ ധൃതിയാണ്. ഈ ലോകത്തിന് ധൈര്യം കൊടുക്കുന്നവളുമാണ് ധൃതി. അതാണ് ധൃതി ദേവി എന്ന് പേര്. മുക്തന്മാർ പോലും പൂജിക്കുന്നവളാണ് സത്യപത്നിയായ സതി. മോഹത്തിന്റെ പത്നിയാണ്. ദയയും സാധ്വിയും. പുണ്യപത്നിയായ പ്രതിഷ്ഠ പുണ്യപ്രദായിനിയുമാണ്. സൽക്കർമ്മപത്നിയായ സിദ്ധകീർത്തി ധന്യന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണ്. അവളില്ലെങ്കിൽ പിന്നെ ലോകം ജീവനില്ലാത്ത നിലയിലായി പോകും. ഉദ്യോഗപത്നിയായ ക്രിയ സർവ ആരാധ്യയാണ്. അവളില്ലെങ്കിൽ ലോകം കർമ്മശൂന്യമാകും. അധർമ്മപത്നിയായ മിഥ്യ ധൂർത്തന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണ്. അവളില്ലെങ്കിലോ വിധിനിർമ്മിതമായി ജഗത്ത് തന്നെ ഉണ്ടാവുകയില്ല. ഈ ദേവിയില്ലെങ്കിൽ ബ്രഹ്മസൃഷ്ടികൾ ഉണ്ടാകുമായിരുന്നില്ല. സത്യയുഗത്തിൽ അവൾ അദൃഷ്ടയാണ്.
ത്രേതായുഗത്തിൽ അവൾ സൂക്ഷ്മരൂപിണിയാണ്. ദ്വാപരയുഗത്തിൽ അവൾ അർദ്ധാംഗവതിയാണ്. കലിയുഗത്തിൽ അവൾ സർവവ്യാപിനിയാണ്, പ്രഗത്ഭയുമാണ്. ശാന്തിയും ലജ്ജയും സുശീലന്റെ ഭാര്യമാരാണ്. അവരില്ലെങ്കിൽ ഈ വിശ്വം ഭ്രാന്താലയമാണ് കേട്ടോ. ജ്ഞാനത്തിന്റെ ഭാര്യമാരാണ് ബുദ്ധിയും മേധയും ധൃതിയും. അവരില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഈ ലോകം ഉന്മത്തമാവുകയും ചെയ്യുമായിരുന്നു. ജ്ഞാനമില്ലാണ്ടാവും. ധർമ്മത്തിന്റെ പത്നിയാണ് പ്രകാശരൂപമായ മൂർത്തി. ആ ദേവി ഉണ്ടായിരുന്നില്ല എന്ന് വെക്കാം. എന്നാൽ എന്താവുമായിരുന്നു? ഈ വിശ്വവും പരമാത്മാവും നിരർത്ഥകമായി തീർന്നേനെ. അവൾ ധന്യയും സാധ്വിയുമാണ്. ശ്രീരൂപയായ അവൾ സർവരാലും സംപൂജ്യയുമാണ്. കാലസ്വരൂപനായ രുദ്രന്റെ പത്നിയാണ് നിദ്ര. അവൾ ഇല്ലെങ്കിൽ പിന്നെ രാത്രിയുടെ സുഖം എങ്ങനെ അനുഭവിക്കാൻ പറ്റും? അത് പറ്റൂലല്ലോ. കാലത്തിന്റെ പത്നിമാരാണ് പകലും സന്ധ്യയും രാത്രിയും. അവരില്ലെങ്കിൽ പിന്നെ കാലനിർണയം സാധ്യമല്ല. ലോകത്തിന്റെ പത്നിമാരാണ് ആരൊക്കെ? വിശപ്പും ദാഹവും. ഇവരുടെ വ്യാപനം കൊണ്ടല്ലേ ലോകം ചിന്താവിവശമായിരിക്കുന്നത്. തേജസ്സിന്റെ പത്നിമാരാണ് പ്രഭയും ദാഹികയും. ഇവരില്ലെങ്കിൽ ബ്രഹ്മാവിന് ലോകസൃഷ്ടി നടത്താനേ പറ്റൂലായിരുന്നു. വൈരാഗ്യത്തിന്റെ പത്നിമാരാണ് ശ്രദ്ധയും ഭക്തിയും. ജഗത്തിന് ജീവൻ മുക്തി കൊടുക്കുന്നവരാണ് അവര്. അവരില്ലെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ ലോകം തന്നെ നഷ്ടമായി പോയേനെ. സുഖപത്നികളാണ് പ്രീതിയും മടിയും. ജഗത്തിന്റെ ആരംഭം മുതൽക്ക് അവർ ഈ ലോകത്തിൽ ചരിക്കയാണ്. ദേവമാതാവായ അതിഥിയും ഗോക്കളുടെ മാതാവായ കാമധേനുവും ദൈത്യരുടെ അമ്മയായ അതിഥിയും കദ്രുവും വിനതയും സൃഷ്ടിക്കു വേണ്ടി ഉപയോഗിച്ച ദേവീ കലകൾ തന്നെയാണ്. അവരെങ്ങനെ ഉള്ളവരാണെന്ന് ആരും കരുതാൻ പാടില്ല. ഇനിയും ഒട്ടനവധി കലകളുണ്ട് ദേവിക്ക്. അതിൽ ചിലത് മാത്രം പറയാം. സൂര്യന്റെ പത്നിയാണ് സംജ്ഞ. ചന്ദ്രന്റെ പത്നിയാണ് രോഹിണി. ചന്ദ്രന് കുറെ പത്നിമാരുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പത്നിയാണ് രോഹിണി. ദേവേന്ദ്രന്റെ പത്നിയാണ് ശചി ദേവി. സ്വയംഭുവന്റെ പ്രിയതമ ശതരൂപയാണ്. കർദമന്റെ പത്നിയാണെങ്കിലോ ദേവഭൂതിയാണ്. വസിഷ്ഠന്റെ പത്നിയാരാണ്? അരുന്ധതി ദേവി. ബൃഹസ്പതിയുടെ ഭാര്യ താര. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ. ഗൗതമ പത്നിയുടെ ഭാര്യയാണ് അഹല്യ കേട്ടോ. ദക്ഷന്റെ ഭാര്യ പ്രസൂതിയാണ്. പാർവതിയുടെ അമ്മയായ മേന. പിതൃക്കളുടെ പത്നിയായ മാനസി. കുബേര പത്നിയായ ലോപാമുദ്ര. കുന്തിദേവി. വരുണപത്നിയായ വരുണാനി. ബലിയുടെ പത്നിയായ വിന്ധ്യാവലി. ദമയന്തി, യശോദ, ജാനകി തുടങ്ങിയവരൊക്കെ ദേവിയുടെ കലകൾ തന്നെയാണ്. ലോകത്തിൽ ഓരോ നാരിയും ദേവിയുടെ തന്നെ കലകളാണ്. അവരെ അപമാനിക്കാൻ പാടില്ല. ഭർത്തൃമതിയും സന്താനങ്ങളുമുള്ള വിപ്രപത്നിക്ക് വസ്ത്രവും ഭൂഷണങ്ങളും ദാനം ചെയ്ത് പൂജിച്ചാൽ മൂലപ്രകൃതിയെ പൂജിച്ചതിന് തുല്യമാണ്. 8 വയസ്സുള്ള ബ്രാഹ്മണ കന്യകയെ പൂജിച്ചാലും ദേവിയെ പൂജിച്ച മാതിരി തന്നെയാണ്. എല്ലാ സ്ത്രീകളും ദേവിയുടെ അംശങ്ങൾ തന്നെയാണ് കേട്ടോ. സത്വഗുണമുള്ളവരാണ് ഉത്തമ സ്ത്രീകൾ. മധ്യമ സ്ത്രീകൾ ഭോഗങ്ങളിലും മറ്റും അതിതാല്പര്യമുള്ളവരാണ്. സ്വാർത്ഥ താല്പര്യരുമാണ് ആയിരിക്കും. അധമ സ്ത്രീകളാണെങ്കിലോ തമോ ഗുണമുള്ളവരായിരിക്കും. അവർക്ക് ഒരു നന്മ ഉണ്ടാവുകയില്ല. കുലടകളാണ്, വ്യഭിചരിക്കുന്നവരാവും. സ്വർഗത്തിലെ അപ്സര സ്ത്രീകൾ തുടങ്ങിയവര് അധമ സ്ത്രീകളിൽ പെടുന്നവർ തന്നെയാണെന്ന് പറയുന്നു. ഇപ്രകാരം ഞാൻ മൂലപ്രകൃതിയെ വർണ്ണിച്ച് പറഞ്ഞു തന്നില്ലേ. ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഇവരെ പൂജിക്കുന്നു. സുരഥ രാജാവ് ദുർഗയെ ആരാധിച്ചു പോന്നു. ശ്രീരാമൻ രാവണവധം സുസാധ്യമാക്കുവാൻ ജഗദംബയെ പൂജിച്ചു. പിന്നീട് 3 ലോകവും ജഗദംബയെ ആരാധിച്ചു. ആ ജഗദംബ തന്നെയാണ് ദക്ഷയാഗത്തിൽ ദേഹത്യാഗം ചെയ്ത സതീദേവി. ആ ദേവി പിന്നീട് ഹിമവാന്റെ പുത്രിയായി ജനിച്ച് ശിവപത്നിയാവുകയും ചെയ്തു. ആ ഹൈമവതിയുടെ പുത്രന്മാരാണ് ഗണനാഥനും വിഷ്ണുകലയായ ആർമുഖനും, അതായത് സുബ്രഹ്മണ്യ സ്വാമി. മംഗള രാജാവ് ആദ്യമായി ശ്രീലക്ഷ്മിയെ പൂജിച്ചു. പിന്നീട് മർത്യരും പൂജിച്ചു. സാവിത്രി ദേവി ആദ്യം അശ്വപതി രാജാവാണ് പൂജിച്ചത്. അതിനുശേഷം മനുഷ്യരും ദേവന്മാരും അസുരന്മാരും തുടങ്ങി എല്ലാവരും പൂജിച്ചു. ബ്രഹ്മാവാണ് സരസ്വതി ദേവിയെ ആദ്യം പൂജിച്ചത്. പിന്നീട് 3 ലോകത്തിലുമുള്ള സർവരും ആരാധിച്ചു തുടങ്ങിയില്ലേ. സരസ്വതി ദേവി ഇല്ലെങ്കിൽ വിദ്യ ഇല്ലല്ലോ.
നമ്മളെല്ലാം ഒരുമാതിരി മൂകന്മാരായി ആയിരുന്നു. ഭൂലോകത്തിലെ രാധാറാണി ആദ്യമായി പൂജിച്ചത് ഭഗവാൻ കൃഷ്ണനാണ്. 3 ലോകത്തിലുള്ളവരും ദേവന്മാരും പൂജിച്ചു. പിന്നീട് കൃഷ്ണന്റെ ആജ്ഞയാൽ ബ്രഹ്മദേവനും മുനിമാരും അഷ്ടഗന്ധങ്ങളെ കൊണ്ട് രാധാദേവിയെ പൂജിച്ചു. പിന്നീട് ഭാരതഭൂമിയിൽ സുയജ്ഞൻ രാധയെ ആദ്യം പൂജിച്ചു. മൂലപ്രകൃതിയായ ദേവിയുടെ പാവനമായ ചരിത്രം വേദത്തിൽ പറഞ്ഞ പ്രകാരം ഞാൻ വിവരിച്ചു തന്നു. ഇനി നമുക്ക് പഞ്ചപ്രകൃതികളുടെ ഉത്ഭവമാണ് പറയാനുള്ളത്. പഞ്ചപ്രകൃതികൾ അത് നമുക്ക് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് നാളെ പറയാം. ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങളെ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.